പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ബീഫ് മന്തിയുടെ റെസിപ്പിയാണേ. മിക്സിയുടെ ജാറിലേക്ക് 10 അല്ലി വെളുത്തുള്ളി, 2 ടീസ്പൂൺ കുരുമുളക്, 3 ടീസ്പൂൺ മല്ലി, 2 ടീസ്പൂൺ ചെറിയ ജീരകം ഇവ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് പൊടിച്ചെടുത്ത് വെക്കാം. 3/4 കിലോ ബീഫിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്തതാണ്. നമ്മളിങ്ങനെ ബീഫ് പിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ പിച്ച് വരണം, ആ ഒരു പരുവത്തിന് വേണം വേവിച്ചെടുക്കാനായിട്ടേ. നമ്മൾ പൊടിച്ചെടുത്ത മസാലയില്ലേ അതൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത ബീഫും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ബീഫിൻ്റെ സ്റ്റോക്ക് നമുക്ക് ആവശ്യമുണ്ടേ. ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിന് പകരം സൺഫ്ലവർ എടുത്താലും മതി. ഇനി ഇതിലേക്ക് 2 സവോള കട്ട് ചെയ്തത് ചേർത്ത് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് ഉണക്ക നാരങ്ങ, വെളുത്തുള്ളി, 3 ഗ്രാമ്പു, 3 ഏലയ്ക്ക, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക്, പച്ചമുളക്, ക്യാപ്സിക്കം, പട്ട ഇവയെല്ലാം കൂടെ ചേർത്ത് ഇവിടെ പച്ചമണം മാറി വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. 3/4 കപ്പ് അരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം 3/4 കപ്പ് ബീഫ് സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കി 3/4 കപ്പ് ചൂടുവെള്ളം കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് കൂടി ചേർത്ത് നമ്മുടെ അരി അരമണിക്കൂർ കുതിർത്തെടുത്തേക്കുന്ന ഗോൾഡൻ ബസ്മതി റൈസാണ്, അതും കൂടെ ചേർത്ത് ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിക്കാം. ചേർത്ത് കൊടുത്ത വെള്ളം ചെറുതായി ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് ഫോയിൽ പേപ്പർ വെച്ച് നല്ലതുപോലെ ഒന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 1 മണിക്കൂർ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാമേ. 1 മണിക്കൂറായപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടാണ് ഞാനിത് ഓപ്പൺ ചെയ്യുന്നത്. നല്ല മണമാണ് കേട്ടോ. നമ്മുടെ ബീഫൊക്കെ വെന്ത് നമ്മുടെ ചോറുമൊക്കെ നല്ല കറക്റ്റ് പരുവത്തിന് വെന്ത് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മന്തിയാണേ.